ഒരു വൺ മാൻ ഷോ ആയിട്ടായിരിക്കുമല്ലോ ഇത് തുടങ്ങിയത്. ആൻഡ് ഇന്ന് വർക്ക്സ് ഒക്കെ കുറെ ഡെലിഗേറ്റ് ചെയ്ത് 100% ഡെലിഗേറ്റഡ് ആണ്. 100% ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അല്ലേ? ഈ ഓഫീസിൽ ഏറ്റവും ഫ്രീ ആയിട്ടിരിക്കുന്നത് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ കൃത്യമായിട്ട് അതെ സർ. സമയം ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം നമുക്കൊരു നമ്മുടെ ഒപ്പം തന്നെ നമ്മളെപ്പോലെ തന്നെ തിങ്ക് ചെയ്യുന്ന കുറേ ആളുകൾ നമ്മുടെ കൂടെ വരുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നത്. അപ്പം അന്ന് നമ്മൾ തുടക്കം പോലുള്ള എല്ലാ എംപ്ലോയീസും തന്നെ ഇപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. അത്രയും വർഷമായിട്ട് എല്ലാവരും 10-20 വർഷമായ ധാരാളം ആളുകളുണ്ട്. 10 വർഷമായത് 100 മുകളിലുള്ള ആളുകൾ ഒരു വർഷം ഉണ്ടാവും. അപ്പം അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരേ സമയം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ആ പവർ അവർക്ക് കൊടുത്തിട്ടുമുണ്ട്. ഒരു വളരെ ഓണർഷിപ്പോടുകൂടി സ്വന്തം സ്ഥാപനം എന്ന നിലയ്ക്കാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനൊരു എനിക്ക് പേഴ്സണലി അത്ര സ്ട്രെയിനെ അനുഭവപ്പെടേണ്ടി വരാറില്ല. അപ്പൊ അന്ന് ഓസോൺ എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ ഒരു ലോങ് ടേം വിഷൻ അന്ന് ഉണ്ടായിരുന്നോ? അതോ ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്ന പല ആളുകളെയും കാണുന്നു, അല്ലെങ്കിൽ വായിക്കുന്നു, ഇങ്ങനെയുള്ള അറിവിലൂടെയൊക്കെയാണ് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കും. തുടക്കത്തിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നേ ഇല്ല. തുടക്കകാലത്ത് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ധാരാളം ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ആയിരുന്നു നമുക്ക് ഏറ്റവും. ഫണ്ടിങ് ഒക്കെ എങ്ങനെയായിരുന്നു? ബാങ്ക് ആയിരുന്നു, നമുക്കെല്ലാം ബാങ്ക് ലോൺ. അപ്പൊ ആദ്യം ഞാൻ 5 ലക്ഷം രൂപയാണ് ലോൺ കിട്ടിയത്. ആദ്യം 2-3 വർഷം ബിസിനസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ തന്നെ 8 ബാങ്കിൽ ആദ്യം കയറി ഇറങ്ങി. അതിനുശേഷം ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ടേ കറണ്ട് അക്കൗണ്ട് എടുക്കാനൊക്കെ അന്ന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആൾ വേണം, അങ്ങനെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഏറ്റവും വലിയ ചലഞ്ചസ്. പിന്നെ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. നമ്മളൊരു പുതുമുഖമാണല്ലോ, ഇത് എങ്ങനെ റോൾ ഔട്ട് ചെയ്യണം നമ്മൾ പറയല്ലോ. ബിസിനസ്സിലൊരു 5 സ്റ്റേജ് ഉണ്ടെന്ന് പറയുമല്ലോ. സ്ട്രഗിളിൻ്റെ ഒരു സ്റ്റേജ് ആദ്യമുണ്ട്, പിന്നെയാണ് സർവൈവൽ വരുന്നത്. സ്ട്രഗിളിൻ്റെ സ്റ്റേജിലാണ് തുടക്കം. അപ്പം നമുക്ക് തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാത്തൊരു കാലഘട്ടം. പിന്നെ സർവൈവലിൻ്റെ സ്റ്റേജാണ്. ആ സമയത്തും പ്രോഫിറ്റ് ഒന്നും ആകുന്നുണ്ടാകത്തില്ല, ജസ്റ്റ് സർവൈവ് ചെയ്ത് പോകുന്നു, ചിലവ് മീറ്റ് ചെയ്യുന്നു. പിന്നെയാണല്ലോ പതിയെ നമ്മൾ സ്റ്റേബിൾ ആകും. ആ സ്റ്റെബിലിറ്റിയുടെ ഒരു സ്റ്റേജ് വരുമ്പോഴാണല്ലോ മിനിമം പ്രോഫിറ്റ് എങ്കിലും നമുക്ക് ഈ ബിസിനസ്സിൻ്റെ കിട്ടുന്നത്. പിന്നീടാണല്ലോ സക്സസും സ്കെയിലും ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്റ്റേജിലെല്ലാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. വലുതാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, ചെറുതായിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. രണ്ടും ഒരു ബിസിനസ്സിൽ വിജയകഥകളും പരാജയ കഥകളും ഉണ്ടാവും. നമ്മൾ കേൾക്കുന്നത് മിക്കതും വിജയകഥകൾ മാത്രമായിരിക്കും. പക്ഷെ ആ പരാജയം പലർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള ഒരു ആളുകൾക്ക് പേടിയായിരിക്കും, ചിലരുടെയെങ്കിലും ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കുമ്പോൾ. അപ്പൊ ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള പരാജയങ്ങൾ സംഭവിക്കുന്നത്? എനിക്കൊന്ന് വിജയകഥകളേക്കാൾ കൂടുതൽ പരാജയ കഥകൾ തന്നെ വായിക്കണം നമ്മൾ. വിജയകഥകളാണ് എല്ലാവരും എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന കഥകൾ മാത്രമാണ്. പക്ഷെ പരാജിതരുടെ കഥകൾ കേൾക്കുമ്പോഴാണ് നമുക്കത് വീണ്ടും നമുക്ക് സംഭവിക്കാതിരിക്കുള്ളൂ. അപ്പൊ അത് ഒരുപക്ഷെ പരാജയപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. അതാണ് പരാജിതരുടെ കഥകൾ കേൾക്കണം എന്ന് പറയുന്നതേ. നമ്മൾക്ക് ആ പരാജയ ഒരു കുറെ റീസൺസ് കൊണ്ടാണല്ലോ ആ പർട്ടിക്കുലർ ബിസിനസ്സിൽ അയാൾ പരാജയപ്പെട്ടത്. അത് അറിഞ്ഞിരുന്നാൽ നമുക്കത് ഇപ്പൊ ഞങ്ങളുടെ ഈ ബിസിനസ്സിൽ മുൻപ് ചെയ്ത ആളുകളിൽ പരാജയപ്പെട്ട ആളുകളുടെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് എപ്പോഴും ഞങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവര്, അപ്പൊ നമുക്കത് സംഭവിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുമല്ലോ. ആ രീതിയിലൊക്കെ ചെയ്യാൻ ഓരോ ഇൻഡസ്ട്രിക്കും ഡിഫറെൻ്റ് ആയ കാരണങ്ങളാകും കേട്ടോ പരാജയപ്പെടാനായിട്ട്. ഒരു ഇൻഡസ്ട്രിയുടെ കാരണമായിരിക്കണം എന്നില്ല മറ്റൊരു ഇൻഡസ്ട്രി വരുമ്പോൾ അവിടെ പരാജയം സംഭവിക്കാനായിട്ട്. അപ്പം അതിനെ മുൻകൂട്ടി നമ്മൾ ചെയ്യാൻ പറ്റ പോകുന്നില്ല. വിജയം കണ്ട് ചാടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ വീഴും അല്ലേ. ഇന്നിപ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ ധാരാളം, എല്ലാം 1000 കോടിക്ക് വിൽക്കാം, അല്ലെങ്കിൽ 10,000 ഫ്ലിപ്കാർട്ട് പോലെ ആകാം, അല്ലെ അങ്ങനെയൊക്കെ എന്ന് കരുതി ധാരാളം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ അവിടെ ഫെയിലിയറിൻ്റെ പോസിബിലിറ്റീസും കൂടെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അറിയാതെ അതിലേക്ക് ചെന്ന് പെടും. അത് നമ്മൾ ആ ഫെയിലിയറായ ആളുകളുടെ എന്തുകൊണ്ട് ഫെയിലിയർ ആയെന്നുള്ളത് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നമുക്ക് അതിൽ നിന്ന് ബൈപ്പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. നമ്മളിപ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സാറിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ. അപ്പൊ പണ്ട് ആളുകൾ ഷോറൂമിൽ വന്ന് കാണുമ്പോഴായിരിക്കും ഒരു ഡിവൈസ് എന്താണെന്നോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് ഷോറൂമിൽ വരുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ അവർ പഠിച്ചിട്ട് അതിന്റെ ഫീച്ചേഴ്സും എല്ലാം നോക്കിയിട്ടായിരിക്കും വരുന്നത്. സോ അക്കോർഡിംഗ്ലി സ്റ്റാഫിനെയും ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ അവരെ. സോ അതിന് എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ടും ഞങ്ങൾ 2 രീതിയിൽ അത് നടക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ മാനുഫാക്ചേഴ്സ് തന്നെ വരാനിരിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെ അഡ്വാൻസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ടെക്നോളജി പരമായിട്ടുള്ള ട്രെയിനിങ്. ഞങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് കൂടുതലും സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ് ആണ്. അതായത് എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം അപ്രോച്ച്, എന്തായിരിക്കണം ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാക്കണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്, പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് ഞങ്ങൾ. അപ്പം നമുക്കൊരു സ്ഥിരം ട്രെയിനിങ് ഉണ്ട്. ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. നമുക്ക് സ്ഥിരമായ ഒരു ട്രെയിനറുണ്ട്.
അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ അക്രോസ് 360 ദിവസം നമുക്ക് ആ പ്രോസസ്സ് നമ്മൾക്ക് നടക്കുന്നുണ്ട്. കൂടാതെ ബ്രാൻഡുകൾ അവരുടേതായിട്ടുള്ള ടെക്നോളജിപരമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ അപ്ഡേറ്റ് നടന്നു പോകുന്നത്. Thanks for watching. Don't forget to like, share and subscribe for more insightful comparisons and business tips.